അല്ലാഹുവേ, എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട്, നീ ശിഫ പടച്ചവനെ. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനം എടുക്കുമെന്നാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന സങ്കടകരമായ ഒരു വാർത്തയാണ്. സിറാജുദ്ദീൻ അൽ ഖാസിമി എന്ന വലിയൊരു മതപ്രഭാഷകന് എന്തോ ഒരു അസുഖം വന്ന് ചികിത്സയിലാണ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നുള്ളത്. അള്ളാഹു അതിന് ഷിഫ കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. സിറാജുദ്ദീൻ അൽ ഖാസിമി എന്ന് പറഞ്ഞാൽ വളരെ നല്ല മതപ്രഭാഷകൻ. നമ്മൾ ഇങ്ങനെ കേട്ടാൽ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന വാക്കുകൾ പറയുന്ന അനുഗ്രഹീത ഒരു മതപ്രഭാഷകനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും അവസ്ഥ അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആരെങ്കിലും ആളുകളുണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ടോ, ഉണ്ടെങ്കിലും താഴെ വിവരങ്ങൾ പങ്കുവെക്കണേ. ഞാൻ സത്യത്തിൽ ഈ വിഷയം അറിഞ്ഞത് ഒരു ദിവസം ഒരാൾ നമ്മളിലൊരു കമൻറ്റ് ഇട്ടു, ഇങ്ങനെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു കേൾക്കണോ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിഷയം അറിഞ്ഞിരുന്നില്ല. പിന്നീട് വൈഫും ഇങ്ങനെ പറഞ്ഞു ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടു. പിന്നെ 2-3 പേര് പല പല വീഡിയോസ് വായിച്ചു. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട്, നീ ശിഫ പടച്ചവനെ. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളൊക്കെ മാറ്റണേ റഹ്മാൻ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ദുആഇക്ക് ഇജാബത്ത് നൽകണേ റഹ്മാൻ. ഇസ്സത്ത് നിലനിർത്തണേ പടച്ചവനെ. ഉസ്താദ് പറയുന്നത് നിസ്കരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട്. എന്താണ് അസുഖം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനെങ്ങനെ നമ്മുടെ പ്രശസ്തനായ ആലപ്പുഴയിലെ അൻസാരി സുഹരി ഉണ്ടല്ലോ, സുഹരി ഉസ്താദ്, മൂപ്പർക്ക് ഞാനിന്ന് രാവിലെ വിളിച്ച് വീഡിയോ എടുക്കുന്ന മുൻപായിട്ട് എന്താണ് ഉസ്താദിനും അറിഞ്ഞുകൂടാ, എൻ്റെ അസുഖം എന്ന് അറിഞ്ഞുകൂടാ. ഹോസ്പിറ്റലിലാണ് ഉസ്താദും അൻസാരി സുഹരി ഉസ്താദും. ഇതുവരെ ഞാൻ വിളിക്കുന്നത് വരെ ചികിത്സയിലായിരുന്നു. ഇന്നാണ് ചികിത്സ കഴിഞ്ഞിട്ട് മൂപ്പരും ഒരു 10-11 ദിവസമായിട്ട് ചികിത്സയിലായിരുന്നു പുലാമന്തോളിൽ. അദ്ദേഹവും ചികിത്സ കഴിഞ്ഞിട്ട് വരികയാണ്. ഒരു ഉസ്താദിൻ്റെ അസുഖത്തെക്കുറിച്ച് വേറൊരു ഉസ്താദ്, ഈ ഉസ്താദിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഇതാണ്. പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനം എടുക്കുമെന്നാണ്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ ദുആയുടെയും നമ്മുടെ ആമീനിന്റെയും ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ റബീഇന്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മജ്ലിസുകളിൽ എത്തുവാനും ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുവാനും ഇൽമ പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. അപ്പോൾ ഈ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഇതൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2-3 ദിവസം മുൻപ് നടന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. നമ്മളൊരു ഇസ്ലാമിക പ്രഭാഷണം കേൾക്കുമ്പോൾ ഉള്ളിലൊരു വലിയ ആദരവും ഒരു സ്നേഹമൊക്കെ തോന്നുന്ന പ്രഭാഷകന്മാർ കുറവാണ്. മറ്റതൊക്കെ വെറും ബഹളങ്ങളാണ്. അതിൽ വളരെ സ്നേഹവും ആദരവും തോന്നിയൊരു പ്രഭാഷകനാണ് ഈ ഒരു സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ്. എനിക്ക് ഉസ്താദുമാരോട് ഭയങ്കര ഒരു സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഒന്ന് കേട്ടു, ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും. അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് സഹോദര, മുസ്ലിമാണോ, ഈമാനുണ്ടോ, അല്ലാഹയെ വിശ്വാസമുണ്ടോ, അല്ല മതി നിനക്ക്. അല്ല നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യൻ? ഞാൻ അതാ ചിന്തിക്കണേ. നമ്മൾ ഇത്ര ഇങ്ങനെ പേടിക്കണേ? ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവോ? മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് വിക്കാമത്തും വിളിക്കാറുണ്ടോ? ഇല്ല. നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ 5 നേരം ബാങ്കും കൊടുക്കും, ഇക്കാമത്തും കൊടുക്കും. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല, ഇക്കാമത്തും കൊടുക്കൂല. അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ ബാങ്ക്, അടുത്ത ചെവിയിൽ ഇക്കാമത്ത്. കാരണം നീ മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ല, കുളിപ്പിച്ചു കുഴിച്ചിട്ടോണം. ഇതാ നമ്മുടെ ജീവിതം, ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ നേർച്ചക്കോഴികളെ പോലെ നടക്കണം. നമുക്ക് എന്താ പേടി? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ ചെറുപ്പക്കാരൻ? അവനെ അല്ല കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് പ്രഭാഷണങ്ങൾ. ഇദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. സത്യത്തിൽ പത്തനാപുരം സ്വദേശിയാണ്. എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നിരന്തരമായി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് അറിയുണ്ടാവും. ഇതിൽ നേരിൽ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഈ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിനെ നേരിൽ കണ്ടു പരിചയമുള്ള ആളുകളെ ഒന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കണം. ഞാൻ ഉസ്താദിനെ നേരിൽ കണ്ടിട്ടില്ല, ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും ഞാൻ നേരിൽ കേട്ടിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കേട്ട ഒരു പരിചയം മാത്രമേ എനിക്ക് ഉസ്താദിനുള്ളൂ. പക്ഷേ വല്ലാത്തൊരു ആദരവ് തോന്നുന്ന, ഒരു ആകർഷണീയത തോന്നുന്നൊരു പ്രഭാഷണമാണ്.
അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ സേവനമാണ് ദീനിൻ്റെ ഉന്നമനായിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വിസാൽ മീഡിയ കാണുന്ന കുടുംബസ്ഥാനു വേണ്ടി ദുആ ചെയ്യാം. എന്ത് അസുഖങ്ങളാണെങ്കിലും അത് ശിഫ നൽകിയിട്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആഫിയത്തും ഇസ്സത്തോടും കൂടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന് വേണ്ടി സേവനം നൽകാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, അവസരങ്ങൾ കൊടുക്കട്ടെ, തൗഫീക്ക് കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഈ ഒരു വിസാൽ മീഡിയ കാണുന്ന ഒരു കുടുംബം പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളുകളാണ്. പരമാവധി ഉസ്താദിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മതപ്രഭാഷകരായ ഒരുപാട് പേരുണ്ട്. പക്ഷേ മതപ്രഭാഷകരായ ഞാൻ ഇത്തരം ആളുകളെയൊക്കെ വല്ലാതെ കേൾക്കുന്ന ഒരാളല്ല, പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കുന്ന ഒരാളല്ല. എവിടെയെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മറ്റേ ഗ്രൂപ്പുകാരെ എന്താ പറയുക കുറ്റങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇത് നിന്നിട്ട് അങ്ങോട്ട് കുറ്റം പറയാം, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് അതിങ്ങനെ കടന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഉപകാരമില്ലാത്ത നടത്തുന്ന വേഷവും ഭൂഷവും ഒക്കെ കണ്ടാൽ ഭയങ്കര സംഭവം കർലാവി പോലത്തെ ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ആളുകളുടെ പ്രഭാഷണങ്ങളെക്കാൾ 100 ഇരട്ടി നന്മയുള്ള പ്രഭാഷകരാണ് ഈ ഒരു കാസിം ഉസ്താദിനെ പോലെയുള്ള ആളുകൾ. അവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിലും താഴെ വിവരങ്ങൾ പങ്കുവെക്കുക. ഞാൻ അറിയാൻ വൈകിപ്പോയി സത്യത്തിൽ. 2-3 ആളുകൾ ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഈ സുഖമില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചത്. നമ്മുടെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ വരെ എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ന് സിറാജുദ്ദീൻ കാസിം ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമസ്കാര ശേഷം കിട്ടുന്ന, പ്രത്യേകിച്ച് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് അവിടുന്ന് നീക്കുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിച്ചാൽ വേഗം ഇജാബത്ത് ഉണ്ടാകും, ഉത്തരം കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് അറബി അറിയണമെന്നൊന്നുമില്ലല്ലോ, എന്താണോ നമ്മുടെ ആവശ്യം ചില ദുആ ചെയ്താൽ വേഗം നടക്കുന്നുള്ളത് എൻ്റെ ഗുരുനാഥൻ എൻ്റെ പഠിപ്പിച്ചൊരു പാടാണ്. അതിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഒരു ഉണർവുണ്ടാക്കി, ഒരു ആവേശം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ലോക സമാധാന ദിനം എന്നാണ് പേര്, പക്ഷേ ഗാസയിൽ ഇന്നും അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ട് 94ഓളം പലസ്തീനികളെയാണ് അതിക്രൂരമായിട്ട് കൊന്നൊടുക്കിയത്. എന്താ പറയുക, 4-5 ലക്ഷം, അതായത് വടക്കൻ ഗാസയിലുള്ള ആളുകളെ തെക്കൻ ഗാസയിലേക്ക് ഓടിച്ചു വിടുക. ആ ഗാസ സിറ്റി മുഴുവനും ഇനി ഒരിക്കലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ തകർക്കുകയാണ്. അതിൽ ഹമാസുകാർ ചെയ്ത് 46ഓ 42ഓ ബന്ദികളുടെ ഫോട്ടോ പുറത്തു വിട്ടിട്ട് 1986 ലെബനാനിൽ കാണാതായ ഇസ്രായേലി സൈനികൻ, അയാൾക്ക് എന്താ പറ്റിയെന്ന് ഇപ്പോഴും പുറത്തു പറയണില്ല, അപ്പോൾ ആർക്കും അറിയില്ല. ആ സൈനികൻ്റെ അവസ്ഥ വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് മുഴുവൻ ബന്ദികൾക്കും കൊടുത്തിട്ട് അവശേഷിക്കുന്ന ബന്ദികളുടെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടാണ് ഹമാസ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവരടക്കം കൊല്ലപ്പെടും. അതായത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കലല്ല ആവശ്യം, ഇസ്രായേലിന് ആ ഗാസ മുഴുവനും തകർത്തിട്ട് ആ ഗാസ കൈപ്പിടിയിൽ ഒതുക്കണം. ട്രംപൊക്കെ അതിനു വേണ്ടിയുള്ള പദ്ധതികളൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കിടന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ സിനിമാ നടന്മാർ പോലും, തമിഴ്നാട്ടിലെ സത്യരാജ് പോലെയുള്ള സിനിമാ നടൻ കഫിയ ധരിച്ചുകൊണ്ട് പ്രകടനത്തിന് വരികയാണ്. നമ്മുടെ നാട്ടിലെ സിനിമാ നടന്മാർ ഓണത്തിന് ഓണാശംസ കൊണ്ട് കസവ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഇടുന്ന, ഒരിക്കൽ പോലും മനുഷ്യരെന്ന നിലക്ക് ഈ ഒരു പലസ്തീനികൾക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെട്ടിട്ട് ഒരു കഫിയ എന്ന് പറഞ്ഞാൽ അവരൊരു ഷോൾ ഉണ്ടല്ലോ പലസ്തീനികളുടെ, അത് അവരുടെ ഒരു ഐക്യദാർഢ്യമാണ്, സോളിഡാരിറ്റിയാണ്. ആ സോളിഡാരിറ്റി കാണിച്ചുകൊണ്ട് ഒരു കഫിയിട്ടൊരു പോസ്റ്റ് പോലും ചെയ്യില്ല. അവിടെയാണ് തമിഴ് സിനിമാ മേഖലയിലെ സത്യരാജ് എന്ന് പറയുന്ന ഒരാൾ, നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പ, പിന്നെ പ്രകാശ് രാജ്, പിന്നെ വേറെ ഏതോ ഒരു സിനിമാ സംവിധായകനൊക്കെ ഈ പലസ്തീനികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുക. കാണാൻ വയ്യ, പേരിന്ന് ലോക സമാധാനത്തിനെതിരാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, എൻ്റെ ആയുസ്സിൽ ഞാൻ ഇത്രയും ക്രൂരത ഞാൻ കണ്ടിട്ടില്ല, ഹിറ്റ്ലറെ തോൽപ്പിക്കും ഈ നെയ്തിന്യാവും. എന്ത് മനുഷ്യൻ, ലോകം മുഴുവനും രാജ്യങ്ങൾ ഇങ്ങനെ നിസ്സഹായം നിൽക്കുക, ആരും ഇടപെടുന്നില്ല, കുറേ ജനങ്ങൾ ശബ്ദിക്കുക എന്നല്ലാതെ. ഒന്ന് ലോക സമാധാന ദിനാന്നാണ് പറയണത്, എന്ത് സമാധാനം ഉള്ളത്? ആ കുട്ടികൾക്ക് മൊത്തം ആൾക്കാർ മറ്റേ വടക്കൻ ഗാസയിൽ തെക്കൻ ഗാസയിലേക്ക് ഓടിച്ചിട്ട് അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളായിട്ട് പോയത്. കുറേ ആളുകൾ കൊല്ലപ്പെട്ടു. ജീവിക്കാൻ പട്ടിണി കിടന്നും മരിക്കുക, വെള്ളമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വൈദ്യുതിയില്ല, ഇൻ്റർനെറ്റില്ല, പഠനങ്ങളില്ല. എന്തൊരു ഭൂമിയിലെ നരകം ഏതാന്ന് ചോദിച്ചാൽ അത് ഗാസയാണ്. പക്ഷേ ആ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം ഉണ്ടായിരിക്കട്ടെ സ്വർഗത്തിൽ, അത് വേറെ കഥ. അള്ളാഹു അവർക്ക് സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഈ സിറാജുദ്ദീൻ കാസിം ഉസ്താദിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഉസ്താദിനെ അറിയുന്നവരും അറിയാത്തവരൊക്കെ. അപ്പോൾ ഉസ്താദിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ, ഉസ്താദിൻ്റെ നാട് പത്തനാപുരം എന്നുള്ളൊരു വിവരം മാത്രമേ എനിക്കുള്ളൂ. അതിന് വല്ല സ്ഥാപനങ്ങളുണ്ടോ അത്രയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഷെയർ ചെയ്തത്. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സിറാജുദ്ദീൻ കാസിം പോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രഭാഷകൻ്റെ ഫോട്ടോയാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. എനിക്ക് 2 ഉസ്താദുമാരും തമ്മിൽ ആദ്യം പരസ്പരം മാറുമായിരുന്നു.
ഈ സിറാജുദ്ദീൻ ഖാസിമി പോലെ തന്നെ എനിക്ക് വളരെ ആദരവുള്ള മറ്റൊരു ഉസ്താദാണത്. ഈ ഉസ്താദിൻ്റെ പേര് അറിയാമോ എന്നുള്ളതാണ്. ആ പേര് നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.